മാന്യ സദസ്സിന് വന്ദനം. മലയാളത്തിലെ പ്രശസ്തനായ കവി ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയുടെ കഥാവിഷ്കാരമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ആറ്റുവക്കത്തെ മാളിക വീട്ടിൽ ഒരു നങ്ങേലുണ്ടായിരുന്നു. നങ്ങേലിക്ക് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ഉണ്ണി പിറന്നു. സുന്ദരനായൊരുണ്ണി, ആര് കണ്ടാലും കൊതിച്ചു പോകുന്നൊരുണ്ണി. താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്നും കരുതി നങ്ങേലമ്മ താഴെ വെക്കാതെ കൊണ്ടു നടന്നുണ്ണി. ചോറ് കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു. അങ്ങനെ ഓമനിച്ച് വളർത്തി ഉണ്ണിക്ക് 7 വയസ്സായി. നങ്ങേയമ്മ അവനെ പള്ളിക്കൂടത്തിൽ ചേർത്തു. പൂയിലൊക്കെ മുണ്ടുടുപ്പിച്ച് കുടുമിയൊക്കെ കെട്ടിച്ച് എഴുതാനായി എഴുത്തോലയും എഴുത്താണിയും കൊടുത്ത് അവനെ പള്ളിക്കൂടത്തിലേക്ക് വിട്ടു. സുന്ദരനായവൻ പോകുന്നത് കണ്ണു മറയും വരെ നങ്ങേയമ്മ നോക്കി നിന്നു. അവനോ കാടിനോടും കിളികളോടും ഒക്കെ കിന്നാരം പറഞ്ഞ് മലമുകളിലേക്ക് നടന്നു. ഇതെല്ലാം കണ്ട് മലമുകളിൽ ആളിപ്പുണ്ടായിരുന്നു. ആരെന്നറിയാമോ? ഭൂതം. സുന്ദരനായ ഉണ്ണിയെ കണ്ടപ്പോൾ ഭൂതത്തിന് ഉണ്ണിയെ സ്വന്തമാക്കാനൊരു മോഹം തോന്നി. ഭൂതം പെട്ടെന്ന് തന്നെ സുന്ദരിയായ പെൺകിടാവായി മാറി ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നു. പലതും പറഞ്ഞ് ഉണ്ണിയെ അവളോടൊപ്പം കൂട്ടി. നേരം സന്ധ്യയായിട്ടും പള്ളിക്കൂടത്തിൽ പോയ ഉണ്ണിയെ കാണാതെ നങ്ങേലും ഒരുപാട് വിഷമിച്ചു. ഉണ്ണിയെ തേടി അങ്ങോളം ഇങ്ങോളം ഓടി നടന്നു. ഒടുവിൽ പൂമരച്ചോട്ടിലിരുന്ന് പൂമാല കോർത്ത് കളിക്കുന്ന ഉണ്ണിയെ ഭൂതത്തിനെ നങ്ങേയമ്മ കണ്ടു. അമ്മയെ കണ്ട ഭൂതം അമ്മയെ പേടിപ്പിച്ചോട്ടിക്കാൻ നോക്കി. കൊടുങ്കാറ്റായും കാട്ടുതീയായും നരിയായും പുലിയായും ഒക്കെ ചെന്നു. പക്ഷെ അമ്മയുടെ കണ്ണുനീർ മുമ്പിൽ കാട്ടുതീ പോലും മണഞ്ഞുപോയി. ഇത് കണ്ട ഭൂതം മറ്റൊരടവെടുത്തു. വിലപിടിപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ അമ്മയുടെ നേരെ നീട്ടി. അമ്മ അതിലൊന്നും നോക്കാൻ പോലും നിൽക്കാതെ തൻ്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്ത് ഭൂതത്തിന്റെ മുമ്പിൽ വെച്ചു. തൊഴുകൈകളോടെ പറഞ്ഞു, എനിക്ക് എൻ്റെ ഉണ്ണിയെ മാത്രം തന്നാൽ മതി. ഇതൊക്കെ പറഞ്ഞിട്ട് ഭൂതത്തിന് ഉണ്ണിയെ കൊടുക്കാൻ മനസ്സ് വന്നില്ല. ഭൂതം മറ്റൊരടവെടുത്തു. കണ്ണുകളില്ലാത്ത അമ്മയെ പറ്റിക്കാൻ വേണ്ടി മറ്റൊരു ഉണ്ണി ഉണ്ടാക്കി മുമ്പിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് എന്നൊരു ഉണ്ണി, കൊണ്ടുപറ്റോളൂ. ഒരമ്മയ്ക്ക് തൻ്റെ മകനെ മനസ്സിലാകാൻ കണ്ണുകൂടെ ആവശ്യമുണ്ടോ? നങ്ങേലെ മുന്നിൽ തൊട്ട് നോക്കിയപ്പോൾ തന്നെ സത്യം മനസ്സിലായി, ഇത് തൻ്റെ മകളല്ല. നങ്ങേലമ്മ ദേഷ്യത്തോടെ ചാടിയെന്ന്. പെറ്റവേനെ പറ്റിക്കുന്ന പട്ടഭൂതമേ, ഞാൻ നിന്നെ ശപിക്കുന്നു. അമ്മയുടെ ശാപത്തെ ഭയന്ന് ഭൂതം ഉണ്ണിയെ തിരികെ നൽകി. അതോടൊപ്പം അമ്മയുടെ കണ്ണുകളും ഉണ്ണിയെ കാണാൻ തന്നെ അനുവദിക്കണമെന്ന ഭൂതത്തിന്റെ അടങ്ങാത്ത ആഗ്രഹം മനസ്സിലാക്കിയ അമ്മ മകരക്കൊയ്ത്ത് കഴിഞ്ഞ് പാടമുണങ്ങിയാൽ ഉണ്ണിയെ വന്ന് കാണാൻ അനുവാദം കൊടുത്തു. പക്ഷേ ഭൂതത്തിന് അബദ്ധം പറ്റി. വീടേതെന്ന് ചോദിക്കാൻ മറന്നുപോയി. അന്ന് മുതൽ ഉണ്ണി പറഞ്ഞ വീടും നോക്കി ഇന്നും ഭൂതം വീടുകൾ തോറും കയറി ഇറങ്ങുന്നു.